തലസ്ഥാനം കീഴടക്കാൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാടെത്തി ആവേശ തിരയിളക്കി തിരിച്ചു പോയിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് തലസ്ഥാനത്തെത്തുന്നത്. എന്തായാലും അത് BJP പ്രവർത്തകരിലും അണികളിലുമൊക്കെ ഏറെ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്ത് രാത്രി 8 മണിക്ക് എത്തും. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളനത്തിലും അദ്ദേഹം സംസാരിക്കും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം പാർലമെന്റ് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ യോഗത്തിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇത് 2ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. കോഴിക്കോടായിരുന്നു ആദ്യത്തെ പ്രചരണ പരിപാടി. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണവുമുണ്ട്. എന്തായാലും ആദ്യം കോഴിക്കോട് കടപ്പുറത്തെത്തിയ നരേന്ദ്രമോദി ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചാണ് പോയത്. വിശ്വാസങ്ങളെ സംരക്ഷിക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശബരിമലയെക്കുറിച്ച് ഒരു വാക്കുപോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചില്ല. അതിനെ ടിക്കാറാം മീണ ഉൾപ്പെടെയുള്ളവർ മാതൃകാപരമായെന്നവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തു പോയപ്പോൾ പ്രധാനമന്ത്രി ശബരിമലയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് ഏറെ വിവാദമായിരുന്നു. എന്തായാലും ഇത്തവണ BJP 4 സീറ്റ് വരെ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നിതിൻ ഗഡ്കരി വരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ BJPക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഇനി കണ്ട് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് കുമ്മനവും പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ഒക്കെ പ്രചരണ രംഗത്തൊക്കെ ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ BJP ഇത്തവണ ഏറെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കേരളത്തിൽ അവർ താമര വിരിയിക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വരെ 5 സീറ്റ് കേരളത്തിൽ BJP നേടുമെന്ന് പറഞ്ഞു. പക്ഷേ ഏതൊക്കെയാണ് 5 സീറ്റുകളെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും BJP അത്രയേറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇത്തവണ കേന്ദ്രവും BJPയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. കേരളത്തിലും അവർ താമര വിരിയിക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി കേരളത്തിലെത്തുമ്പോൾ, തലസ്ഥാന നഗരിയിലെത്തുമ്പോൾ അത് എത്രത്തോളം BJPക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം. കാരണം തിരുവനന്തപുരം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കുറച്ച് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരവും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ കുമ്മനം രാജശേഖരന്റെ വിജയപ്രതീക്ഷ ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങൾക്ക് ആകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും കർശന സുരക്ഷകൾ ഒരുക്കി മോദി വരുമ്പോൾ അത് BJPക്കാർക്ക് ഊർജവും അണികൾക്ക് ആവേശം പകരുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.